ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം ലാലേട്ടൻ സിനിമ. എമ്പുരാന് വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നു മോഹൻലാൽ ആരാധകർ. 1-2 വർഷമല്ല, നീണ്ട 6 വർഷം. ചിത്രത്തിൻ്റെ ടീസറും ട്രെയിലറും കണ്ട് അവർ പുളകം കൊണ്ടു. വന്താച്ച് ഞങ്ങളുടെ ലാലേട്ടൻ റിലീസ് തീയതി പ്രഖ്യാപിച്ചു, മാർച്ച് 27. പിന്നൊരു പൂരക്കാഴ്ചയായിരുന്നു. കഥാപാത്രങ്ങൾ ഓരോരുത്തരായി വന്ന് തങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഒരു ദിവസം 2 കഥാപാത്രങ്ങൾ. ആകെ 36 പേർ സ്വയം പരിചയപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലൊക്കെ ഓടി നടന്ന് പ്രൊമോഷൻ പരിപാടികൾ നടത്തി മോഹൻലാലും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ള താരങ്ങളും അണിയറ പ്രവർത്തകരും. അവർ പരസ്പരം പുകഴ്ത്തുന്നു, ആലിംഗനം ചെയ്യുന്നു. എല്ലാം കണ്ട് ആനന്ദപുളകിതരായി ആരാധകർ. തിയേറ്ററിൽ ഇടിച്ചു കയറി ടിക്കറ്റും ബുക്ക് ചെയ്തു. റിലീസിൻ്റെ തലേ ദിവസം ഉറക്കം പോലും കളഞ്ഞ് ആഘോഷിച്ചു തിമിർത്തു. ഇനിയാണ് സീൻ കോൺട്ര. റിലീസ് ദിനം 6 മണിക്ക് ആദ്യ ഷോയുടെ ആദ്യ പകുതി കഴിഞ്ഞ് പുറത്തിറങ്ങിയ കാണികൾ ഒന്നടങ്കം പറയുന്നു, ഗംഭീരം, അതിമനോഹരം, കിടിലം, സൂപ്പർ, എക്സലൻറ്റ്, ഹോളിവുഡ് മൂവി. സിനിമ മുഴുവൻ കണ്ട് ഇറങ്ങിയതോടെ അവരുടെ അഭിപ്രായം മാറി. കൊള്ളാം, തരക്കേടില്ല, പ്രതീക്ഷിച്ചത്രയില്ല, നന്നായിട്ടുണ്ട്. രണ്ടാമത്തെ ഷോയും കഴിഞ്ഞതോടെ രംഗം മാറി. സമ്മിശ്ര പ്രതികരണമായിരുന്നു കാണികളുടേത്. ചിത്രം നന്നായി എന്ന് പറയുന്നവരും ഹൈപ്പിനൊത്തുയർന്നില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ലാലേട്ടൻ ആരാധകരാകട്ടെ കട്ടക്കലിപ്പിലും. മോഹൻലാൽ എന്ന നടനെ വെച്ച് പൃഥ്വിരാജ് എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന രോഷത്തിലാണവർ. പൃഥ്വിരാജ് മലയാള സിനിമയുടെ അംബാസഡറാണ്, തീവണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെറും 800 ആയി എന്നാണ് ആക്ഷേപം. ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് വളരെ കുറവാണ് എമ്പുരാനിൽ, 40 മിനിറ്റ് മാത്രം. ഇത് ആരാധകരെ വല്ലാതെ നിരാശപ്പെടുത്തുന്നു. പ്രതീക്ഷയ്ക്കൊത്ത് എമ്പുരാൻ ഉയർന്നില്ല, ലൂസിഫറിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല. എന്തിനോ വേണ്ടി എടുത്തൊരു സിനിമ. 2-3 ഹെലികോപ്റ്റർ ഉണ്ടെന്നേ ഉള്ളൂ. ലാലേട്ടന് നല്ലൊരു ഡയലോഗ് പോലുമില്ല. കഥ പാടെ പരാജയപ്പെട്ടു. ഇങ്ങനെ പോകുന്നു പ്രേക്ഷകരുടെ പ്രതികരണം. ചിത്രത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞവരും ഹൈപ്പിനൊത്ത് ഉയർന്നില്ല എന്ന് സമ്മതിക്കുന്നു. ലാലേട്ടൻ്റെ മാസ് ഡയലോഗുകൾ കേട്ട് കൈയടിക്കാൻ കാത്തിരുന്ന പ്രേക്ഷകരെ തീർത്തും നിരാശപ്പെടുത്തി എമ്പുരാൻ. പക്ഷേ ചിത്രത്തിൻ്റെ മേക്കിങ്ങിനെക്കുറിച്ച് ആർക്കും പരാതിയൊന്നുമില്ല. ഹോളിവുഡിനെ വെല്ലുന്ന മേക്കിംഗാണ് എമ്പുരാൻ്റേത് എന്ന് ഏവരും സമ്മതിക്കുന്നു.